സംവിധായകനായ ജോസ് തോമസ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജോസ് തോമസ്, കഴിഞ്ഞ 4.5 വർഷങ്ങൾക്ക് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പുറത്തുവരികയാണ്. സിനിമാ മേഖലയിലെ തെറ്റായ പ്രവണതകൾ, ചൂഷണങ്ങൾ ഇതൊക്കെ തുറന്നു കാട്ടുന്ന ഈ റിപ്പോർട്ടിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഏതാനും നിമിഷങ്ങൾക്കകം റിപ്പോർട്ട് പുറത്തു വരും എന്നെങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും? അവസാന നിമിഷം എന്തെങ്കിലും സ്റ്റേയോ? നിയമ തടസ്സങ്ങളെല്ലാം നീങ്ങിക്കഴിഞ്ഞു ശ്രീ ജോസ് തോമസ്. നിയമ തടസ്സങ്ങളെല്ലാം നീങ്ങിക്കഴിഞ്ഞു. 2 സ്റ്റേ ഹർജികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് സജിമോൻ പാറയിലിൻ്റെത്, അത് ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെ വന്നിരുന്നു. പക്ഷേ ഡിവിഷൻ ബെഞ്ച് ഉച്ചയ്ക്ക് ശേഷം സിറ്റിംഗ് ഇല്ല, അത് പരിഗണിക്കുന്നില്ല. പിന്നീടുള്ളത് നടി രഞ്ജിനിയുടേതായിരുന്നു. അത് സിംഗിൾ ബെഞ്ച് സ്റ്റേ ഹർജി തള്ളിയിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി. എന്തായാലും റിപ്പോർട്ട് പുറത്തു വരട്ടെ. ആരാണ് ഭയപ്പെട്ടിരുന്നത്, ആരാണ് ഈ സ്റ്റേക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്നതെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുമല്ലോ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ. ഈ റിപ്പോർട്ട് ആരാണ് ഭയപ്പെട്ടത്? ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് സർക്കാർ തന്നെ ഒരു പരിധിവരെ ഇത് പുറത്തു വരരുത് എന്നാഗ്രഹിക്കുന്നു. അത് സിനിമാ മേഖലയിലെ അത് സിനിമാ മേഖല ഒന്നടങ്കം തകരും എന്നുള്ളത് കൊണ്ടൊന്നുമല്ല. ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടി ഇത് ഒളിച്ചു വെച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ 4.5 വർഷം ഇങ്ങനെ പൂഴ്ത്തിവെക്കുകയും വീണ്ടും വീണ്ടും ഇത് പുറത്തു വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതെന്നാണ് നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്നത്. ഞാൻ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. സിനിമാ രംഗത്ത് ഞാൻ പലരുമായി സംസാരിക്കുമ്പോൾ ചിലരൊക്കെ സംശയ പേരുകൾ പറയുന്നുണ്ട്. അവരിൽ പലരും പറയുന്നത് പുറത്തു വന്നോട്ടെ, ഞങ്ങൾക്ക് ഭയമില്ല എന്നാണ്. അപ്പോൾ പിന്നെ ആരാണ് ഭയക്കുന്നത്? ഇതിനകത്ത് ആരുടെ പേരുകളാണ് ഉള്ളത്? അത് സർക്കാരുമായി ബന്ധപ്പെട്ടവരാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. ശ്രീ ജോസ് തോമസ്, അതുമാത്രമല്ല, ഇത്തരം തെറ്റായ പ്രവണതകൾ കാലാകാലങ്ങളായി തുടരുന്നു എന്നുള്ളതാണ് പല മൊഴികളിൽ നിന്നും വ്യക്തമാകുന്നതും. ഇത്രയധികം കാലതാമസം വന്നിരുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. പക്ഷേ ഇത് നേരത്തെ ആകേണ്ടതായിരുന്നു എന്നുള്ള ചിന്ത താങ്കളെ സംബന്ധിച്ചുണ്ടോ? ശ്രീ ജോസ് തോമസ്, താങ്കൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല, എന്നാണ് ചോദ്യം? ഞാൻ കേട്ടില്ല. അതായത് ഇത്തരം തെറ്റായ പ്രവണതകൾ, സിനിമാ മേഖലയിലെ തെറ്റായ പ്രവണതകൾ, ചൂഷണങ്ങൾ, അസമത്വം ഇതൊക്കെ കാലാകാലങ്ങളായി ഉണ്ടായിരുന്നതാണ് എന്നുള്ള ഒരു നിലപാട് താങ്കൾക്കുണ്ടോ? കാരണം ഇപ്പോൾ ഈ ഒരു വലിയ വിവാദമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുൻപ് തന്നെ ഈ സിനിമാ മേഖലയിലെ അസമത്വങ്ങൾ ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ ആർക്കും പുറത്തു പറയാനുള്ളൊരു വേദി ഇല്ലായിരുന്നു. ഒരുപക്ഷെ ഭയന്നിട്ട് തന്നെ ആയിരിക്കാം. അതൊക്കെ കൊണ്ടത് മൂടി വയ്ക്കപ്പെട്ടു. അത് ഒരു സുരക്ഷിത താവളമായി മറ്റു പലരും കണ്ടു. അങ്ങനെ തന്നെ ആ ചൂഷണം തുടർന്നു വന്നു. ഒരുപക്ഷെ ഈ ഒരു റിപ്പോർട്ടിലൂടെ തന്നെ ഇതിനൊരു പര്യവസാനം ഉണ്ടാകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? സിനിമാ രംഗത്ത് മാത്രമല്ല, ഏതൊരു തൊഴിൽ മേഖലയും ഇത്തരം പ്രശ്നങ്ങളുമുണ്ട്, നന്നായി പോകുന്നതുമുണ്ട്. സിനിമയിൽ എല്ലാവരും ഇത്തരക്കാരാണെന്ന് പറയുന്ന ഒരു ചിന്തയൊന്നും എനിക്കില്ല. എത്രയോ അന്തസ്സായി സിനിമാ രംഗം, സിനിമ നടത്തിക്കൊണ്ടു പോകുന്നവരുണ്ട്. അതിൽ ചില പാഴ് ജന്മങ്ങൾ ഉണ്ടാവും. അവരൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് സിനിമാ രംഗം മൊത്തം കുഴപ്പമാണെന്ന് പറയുന്നത്, അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാക്കിയെടുക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. സിനിമയിൽ മുഴുവൻ കുഴപ്പമാണ്, സിനിമാ രംഗത്ത് എല്ലാവരും പെണ്ണുപിടിയന്മാരാണ്, അല്ലെങ്കിൽ പീഡനങ്ങൾ നടത്തുന്നവരാണ് എന്ന് പറയുന്ന ഒരു ഇമേജ് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, സിനിമയിൽ അങ്ങനെയുള്ളവർ ഉണ്ടാവാം, പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. വളരെ അന്തസ്സായി സിനിമാ പ്രവർത്തനം അതൊരു തൊഴിലായി സ്വീകരിച്ചുകൊണ്ട് അത് അന്തസ്സോടെ കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ, അത് ഈ സ്ത്രീ പീഡനം മാത്രമല്ല, അല്ലെങ്കിൽ ലൈംഗിക ചൂഷണം മാത്രമല്ല, അതിനകത്ത് തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ഇന്ന് ICC എന്ന് പറഞ്ഞ ഇന്റേണൽ കമ്മിറ്റികളുണ്ട്. അതെല്ലാ മേഖലയിലും ഉണ്ടാവണമെന്ന് ഞങ്ങളുടെ ഫെഫ്ക നേതൃത്വം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തന്നെ അതിന് മുൻകൈ എടുത്ത് എല്ലാ സെറ്റിലും അത് ചെയ്യുന്നുണ്ട്. ഇന്ന് സ്ത്രീകൾ ഒരു പരിധിവരെ സുരക്ഷിതരാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഒരു ചലച്ചിത്ര പ്രവർത്തന നിലയ്ക്ക് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, സ്ത്രീകൾ സുരക്ഷിത തന്നെയാണ്. ചിലപ്പോൾ ഇതിന് മുമ്പുണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ആ പ്രശ്നങ്ങളെ കണ്ടെത്തി അതിന് കുറ്റക്കാരായവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതെ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മേഖലയിലുള്ള എല്ലാവരും കുറ്റക്കാരാണ് എന്നല്ല ഉദ്ദേശിച്ചത്. പക്ഷേ ചില പുഴുക്കുത്തുകളെങ്കിലും അവശേഷിക്കുന്നുണ്ട്. അതുകൂടി നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാകട്ടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിലൂടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിച്ചുകൂടെ? അല്ല, തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരണം. അതിനുവേണ്ടിയാണല്ലോ 1,08,00,000 രൂപ മുടക്കി ഈ ഒരു കമ്മിറ്റിയെ ഉണ്ടാക്കിയതും ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയത്. അത് എന്തുകൊണ്ട് പുറത്തു വരരുത് എന്ന് ചിലർ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല.
ഇനി ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഇത്തരം പേരുകൾ പുറത്തു വരും എന്ന് ഭയപ്പെട്ടിട്ടെങ്കിലും ഇതുപോലുള്ള ചില പുഴുക്കുത്തുകൾ ഇനി അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാതിരിക്കും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. സിനിമാ രംഗം ശുദ്ധീകരിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ കാര്യം മാത്രമല്ല, ഇവിടുത്തെ ലഹരി ഉപയോഗം, ചെറുപ്പക്കാരായ ഒരുപാട് നടീനടന്മാർ, സാങ്കേതിക പ്രവർത്തകർ ലഹരിക്ക് അടിമയാണ്. അത് ഉറപ്പിച്ചു പറയാൻ കഴിയും. അത് എങ്ങനെ ലഹരി ഇല്ലാതാക്കാം, അതിന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ നടപടികൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ ലഹരി വ്യവസായവും ലഹരി കച്ചവടം ഒഴിവാക്കാൻ കഴിയും. സിനിമാ രംഗത്ത് അത് കൂടുതലായി വരുന്നത് ഈ ഒരുപാട് സെലിബ്രിറ്റീസ് ആണല്ലോ അത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതെ, തന്നെ തീർച്ചയായും.